ESP32 CAMൻ്റെ കണക്ഷനും കോൺഫിഗറേഷനും അതുപോലെ തന്നെ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള A to Z കാര്യങ്ങൾ, ബേസിക്കായിട്ട് ചെയ്യേണ്ട A to Z കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ESP32 CAM വെച്ചിട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും. പല പ്രോജക്റ്റുകളിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോജക്റ്റുകൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇപ്പം ബേസിക്കായിട്ട് വരുന്ന ESP32 CAM എങ്ങനെ വർക്ക് ചെയ്യിക്കാം, എങ്ങനെ പ്രോഗ്രാം എങ്ങനെ അപ്ലോഡ് ചെയ്യാം, അതുപോലെ കണക്ഷൻ ഇപ്പോൾ യുനോ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസും A to Z ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മളിന്ന് ഇവിടെ ESP32 CAMനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ ESP32 CAMൽ നമുക്കൊരു അതിൻ്റെ കൂടെ ക്യാമറ മൊഡ്യൂളുണ്ടാവും. ക്യാമറ മൊഡ്യൂളാണ് ESP32 CAM. അപ്പോൾ അതിൽ നമുക്ക് ഒരു ക്യാമറ മൊഡ്യൂളുണ്ട്. ഇത് OV2640 ആണ് ഈ ഒരു ക്യാമറ. ഇതിൽ പലതരത്തിലുള്ള ക്യാമറകൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇൻബിൽട്ടായിട്ട് വരുന്ന ക്യാമറയാണിത്. അതിപ്പോൾ ഈ ഒരു സ്ലോട്ടിൽ നമുക്ക് ഈ ഒരു സ്ലോട്ടിലാണത് ഘടിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്ലോട്ട് അതൊന്ന് മേലോട്ട് അതിൻ്റെ ജാക്ക് മേലോട്ടാക്കിയതിന് ശേഷം ക്യാമറ നമുക്ക് ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്ന രീതിയിൽ ഇതിൽ കാണുന്ന പോലെ നമുക്കത് ഘടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചിലത് ക്യാമറ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വരുന്നതുണ്ടാവും. ഇത് നമുക്കത് ക്യാമറ ഒന്ന് ഇതിൽ പ്രസ് ചെയ്യേണ്ടി വരും. ആ ഒരു ജാക്കിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ക്യാമറ നിൽക്കുന്നത് ശരിക്കും SD കാർഡ് ഇടുന്ന സ്ലോട്ടിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ക്യാമറ നിൽക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ക്യാമറ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്യണം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പം നമുക്ക് വൈഫൈ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ആൻറ്റിന കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതാണ് ESP32 CAM മൊഡ്യൂൾ. നമുക്കിതിൻ്റെ കണക്ഷനും ഇത് യുനോയിൽ കണക്ട് ചെയ്യണ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് യുനോയിൽ ഇപ്പം കണക്ട് ചെയ്യുകയാണെങ്കിൽ യുനോയുടെ മൈക്രോ കൺട്രോളർ ഡിപ്പ് IC ഊരിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ടെസ്റ്റർ വെച്ചിട്ട് രണ്ട് ഭാഗത്തു നിന്നും പൊക്കുക, കാലൊടിയാതെ നോക്കണം. അത്രയേ ഉള്ളൂ. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിനൊരു നോച്ച് കാണാം. ഒരു ഡിപ്പ് ICയിൽ 2 ഡോട്ടും ഒരു നോച്ചും കാണാം. അഡ്മിലിൻ്റെ ഇതിനൊരു നോച്ച് കാണാം. ഈ കാണുന്ന നോച്ച്, ആ നോച്ച് ശരിക്ക് നമുക്ക് വയർ വരുന്നതിന് ഓപ്പോസിറ്റായിട്ടാണ് വരേണ്ടത്. വയർ വരുന്നതിന് ഓപ്പോസിറ്റായിട്ട് വരണം. അത്രയേ ഉള്ളൂ. ആ ഒരു കാര്യങ്ങൾ നോച്ച് ആ ഒരു ഭാഗത്ത് എന്ന് വരുന്ന ഭാഗത്താണ് കൊടുക്കേണ്ടത്. അപ്പം ആ ഒരു പോയിൻ്റ് നോട്ട് ചെയ്യാം. അതായത് ഊരി കഴിഞ്ഞിട്ട് തിരിച്ചിടുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ USB കേബിൾ നമ്മളതിലേക്ക് കണക്ട് ചെയ്യുക. സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്താൽ മതി. പ്രോഗ്രാമിംഗ് അതിൽ കാണിക്കും. പ്രോഗ്രാമിംഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ LED തെളിയുന്നത് കാണാം. ഇനി കേബിളിങ് നോക്കാം നമുക്ക്. ശരിക്കും 5 വോൾട്ട് അഡാപ്റ്റർ ആണ് ഇത്. സാധാ മൊബൈൽ അഡാപ്റ്ററാണ്. അതിൻ്റെ പ്ലസും മൈനസും കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇതാണ് ക്യാമറ മൊഡ്യൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ മൊഡ്യൂളാണത്. ക്യാമറയുടെ സ്ലോട്ടും SD കാർഡിൻ്റെ സ്ലോട്ടും നേരെ ഫ്രണ്ടിൽ വരുന്നത്. ഈ ഒരു റിസെറ്റ് ബട്ടണാണിത്.
LED തൊട്ട് പിറകിലായിട്ട് SD കാർഡിൻ്റെ പിറകിലായിട്ട് കാണുന്നത് റിസെറ്റ് ബട്ടണാണ്. ഈ ഒരു ഇത് 5 വോൾട്ട് ഗ്രൗണ്ട് ഇപ്പുറത്തും 3 വോൾട്ട് ഗ്രൗണ്ടും ഉണ്ട്, രണ്ടും കൊടുക്കാൻ പറ്റും. ഇതിൽ 3 വോൾട്ട് ഗ്രൗണ്ട് നമ്മൾ ഓർഡിനോന്ന് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5 വോൾട്ട് ഗ്രൗണ്ട് പുറത്തുനിന്ന് എക്സ്റ്റേണൽ പവർ ഉപയോഗിച്ചിട്ട് എടുക്കുന്നതാണ്. കാരണം നമുക്ക് ഇച്ചിരി ആംസ് ക്യാമറ ആയതുകൊണ്ട് വൈഫൈയും എല്ലാം കൂടി വരുന്നതുകൊണ്ട് എക്സ്റ്റേണൽ പവറാണ് 5 വോൾട്ട് കൊടുക്കുന്നത്. 5 വോൾട്ട് പുറത്തുനിന്ന് കൊടുക്കുക ചെയ്യണത്. 4 മെയിൽ ടു ഫീമെയിൽ കേബിൾ വേണം. ഗ്രീനും ബ്ലൂവും നമ്മൾ RX TX കൊടുക്കും. ഗ്രീനും ബ്ലൂവും ഫൈവ് വോൾട്ടിൻ്റെ ഗ്രൗണ്ടും കൊടുക്കുക. RX TX 5 വോൾട്ടിൻ്റെ ഗ്രൗണ്ട് കൊടുക്കുക. RXും TXും നമ്മൾ ESP മൊഡ്യൂളിൽ UOR UOT അതിലാണ് കൊടുക്കേണ്ടത്. UORൽ RXും ക്യാമറ ഫ്രണ്ടിലേക്ക് പിടിക്കുമ്പോൾ ഏറ്റവും താഴെ ഗ്രൗണ്ട് കാണാം. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് UOTയും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് URും കാണാം. അതാണ് പൊസിഷൻ. ക്യാമറ ഇങ്ങനെ ESP CAM എന്ന് എഴുതിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. URലേക്ക് നമ്മൾ ഗ്രീന് കൊടുത്തു, UOTയിലേക്ക് ബ്ലൂവും കൊടുത്തു. സെയിം ആസ് ഇറ്റ് ഈസ് ആണ് യുനോയിൽ കൊടുത്തത്. അതങ്ങനെ തന്നെ ഇവിടെയും കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് 5 വോൾട്ട് ഗ്രൗണ്ടാണ് ആർഡിനോന്ന് എടുത്തത്. അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് മാറ്റി കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ RXും TXും കൊടുത്തു. അതങ്ങനെ തന്നെ RX ഗ്രേ ആണ്. കേബിളൊന്ന് മാറ്റി കളർ കോഡ്. RX നമ്മൾ UORൽ കൊടുത്തു. UORൽ കൊടുത്തു ഗ്രേ. TX വയലറ്റ് UOTയിലും കൊടുത്തു. ഓക്കെ, ആ ഒരു സൈഡ് ഓക്കെ. ഇനിയിപ്പോൾ 5 വോൾട്ട് ഗ്രൗണ്ട് ആർഡിനോന്ന് യുനോൻ്റെ ബോഡിയിൽ നിന്ന് ആർഡിനോന്ന് 5 വോൾട്ട് ഗ്രൗണ്ട് എടുത്തു. ഫൈവ് വോൾട്ട് ബ്ലൂ, ഗ്രൗണ്ട് ഗ്രീന്. അത് നമുക്ക് 5 വോൾട്ട് നമ്മൾ ക്യാമറ ഇങ്ങനെ പിടിക്കുമ്പോൾ ക്യാമറയുടെ സമാന്തരമായിട്ട് വരുന്ന ഏറ്റവും മുകളിൽ വരുന്നതാണ് 5 വോൾട്ട് ഗ്രൗണ്ട്. മറ്റേ 3v3 എന്ന് കാണാം. മറ്റേ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് 3v3 ഉള്ളത്. അപ്പോൾ 5 വോൾട്ട് ഗ്രൗണ്ട് നമുക്കത് കൊടുത്തു. അപ്പോൾ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്ലാഷ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ഫ്ലാഷ് കത്തുന്നുണ്ട്. അപ്പോൾ പവർ സപ്ലൈ എല്ലാം ഓക്കെയാണ്. ഇനി നമ്മൾ എക്സ്റ്റേണൽ പവർ സപ്ലൈ കൊടുക്കണം. 5 വോൾട്ട് എക്സ്റ്റേണൽ പവർ സപ്ലൈ കൊടുക്കണം. ഒരു ഫീമെയിൽ ടു ഫീമെയിൽ ജമ്പർ കേബിൾ ഇടണം, പ്രോഗ്രാമിംഗ് മോഡിലേക്ക് ഇടാൻ വേണ്ടി. IO1 ഇവിടെ നിന്ന് 3ഉം 4ഉം ജമ്പർ കേബിൾ കൊടുക്കുക. IO1ലും ഗ്രൗണ്ടിലും കൊടുത്തു. അപ്പോൾ ഇപ്പം പ്രോഗ്രാമിംഗ് മോഡിലായി. ഇപ്പോൾ മോഡിനെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്ഷൻ കറക്റ്റായിട്ട് കൊടുത്തു. കണക്ഷൻ കൊടുത്തു. ഇനി പ്രോഗ്രാമിംഗ് നോക്കാം. ജമ്പർ വയർ നമ്മൾ റിമൂവ് ചെയ്തു. പ്രോഗ്രാമിംഗ് മോഡിലായിരുന്നു ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് റിമൂവ് ചെയ്തപ്പോൾ റണ്ണിങ് മോഡിലേക്ക് ആക്കി. എന്നിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്യണം.
അപ്പോൾ ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്യാം, സോറി പ്രോഗ്രാം ചെയ്യാം. എക്സാമ്പിൾസിൽ പോയിട്ട് ESP32 ക്യാമറ എടുക്കുക, വെബ് സെർവർ. ഇതിൽ നമ്മൾ ഒന്നുമില്ല, SSID കൊടുക്കാം. തിങ്കർ എനേബിൾ ചെയ്യണം, ബാക്കിയുള്ളതൊക്കെ ഡിസേബിൾ ചെയ്യാം. ഇത്രയും സെറ്റിങ്സുകൾ ഇതും നോക്കണം. അപ്ലോഡ് ചെയ്യുക. ഓക്കെ, കയറുന്നുണ്ട്, അപ്ലോഡ് ആവുന്നുണ്ട്. ഇനി പ്രോഗ്രാമിംഗ് മോഡെന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യണം. ഇത് പ്രോഗ്രാമിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പേ കാണിച്ച പോലെ ആ വൈറ്റ് വയർ ജമ്പർ വയർ ഊരിയിട്ടാൽ റണ്ണിങ് മോഡിലേക്കായി. അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് മോഡിൽ ജമ്പർ വയർ ഇട്ട് കഴിഞ്ഞാലേ നമുക്കിത് ലോഡ് ചെയ്യാൻ പറ്റും കോഡ്. എന്നിട്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ റണ്ണിങ് മോഡിലേക്കാവും. വൈഫൈ മാറ്റിയിട്ട് നമ്മൾ മൊഡ്യൂൾ കൊടുത്ത വൈഫൈയിൽ തന്നെ കണക്ട് ചെയ്യാം. കണക്റ്റഡായി. സീരിയൽ മോണിറ്റർ എടുക്കുക. നമ്മൾ IP അഡ്രസ്സ് ഇതാണ്, DHCP എനേബിൾ ചെയ്ത IP അഡ്രസ്സ്. ഈ IP അഡ്രസ്സ് അടിച്ചാൽ മതി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ IP-യിൽ പോവാം. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ് ക്യാമറയുടെ സെറ്റിങ്സ്. ഇതിൽ നമ്മൾ നേരെയാക്കി സെറ്റിങ്സ് മാറ്റാം. CIF 40296 ഉള്ളത് അത് മാറ്റിയിട്ട് UXVG അതേ വന്നു. ഇതാണ് മെയിൻ നടൻ. അപ്പോൾ ക്യാമറ വന്നു. ഇത് നോക്കണ്ട, ഞാനല്ല, ഇത് ഇദ്ദേഹമാണ് ഇതുവരെ പ്രോഗ്രാമിംഗ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ മിസ്റ്റർ ജയേഷ്. ഫ്രെയിം പെർ സെക്കൻഡ് ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്കതിൽ മാറ്റാൻ പറ്റും. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. AWB ഗെയിന്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ക്വാളിറ്റിയും ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും സാച്ചുറേഷന്, അതുപോലെ AWB AAC ESP പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എഫക്റ്റുകളുണ്ട്, അതുപോലെ IR കൊടുക്കാം. അപ്പോൾ ഈ ക്യാമറ വെച്ച് നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ, പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ ചെയ്യാം.
പ്രോജക്റ്റുകൾ വീഡിയോ വരുന്നുണ്ട്, ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷനാണ് ഇപ്പോൾ കാണിച്ചു തന്നേക്കണേ.